الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അവ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ അവർ തങ്ങളുടെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തതുമായ മഹത്തായ ഒരു പ്രവാചക വചനത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അന്ത്യദിനത്തിൽ എല്ലാ മനുഷ്യരെയും ഒരൊറ്റ പ്രതലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയാൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളെക്കുറിച്ചും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നഗ്നപാതരായി സൂര്യൻ തലക്ക് മുകളിൽ ഉദിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഓരോരുത്തരും അവരവർ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ കുളിച്ചു നിൽക്കും എന്നവിടുന്ന് വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ നെരിയാണിയോളം വിയർപ്പിൽ നിൽക്കുന്നവരുണ്ടാകും, മുട്ടോളം വിയർത്തൊലിച്ച് നിൽക്കുന്നവരുണ്ടാകും, അരക്കെട്ടോളം വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്നവരുണ്ടാകും, കഴുത്തോളം വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്നവരുണ്ടാകുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഭീകരതയും ഭയാനകതയും മനുഷ്യരൊന്നടങ്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അവൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും എന്ന സന്തോഷ വാർത്ത കൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. സഈദ് ബിൻ മൻസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ യുദില്ലുഹും തഹ്ത ലില്ലി അർശിഹി എന്ന്
അള്ളാഹുവിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ അവൻ നൽകി ആദരിച്ചനുഗ്രഹിക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊന്നാമതായി എണ്ണിയിട്ടുള്ളത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി എന്നാണ്. അധികാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഈ ദുനിയാവിൽ നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അത് കൈയാളുന്നവർ നീതിയോടുകൂടിയായിരിക്കണം അത് കൈയാളേണ്ടത് എന്നും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ അധികാര പരിധികളുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഭരണാധികാരം, ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരം. കുടുംബം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതിനെയും ഭരിക്കുന്ന, അവിടുത്തെ കാര്യങ്ങൾ കൈയാളുന്ന അധികാരികളുണ്ട്. അത് കുടുംബനാഥനും കുടുംബനാഥയുമൊക്കെയാണ്. അവരവരുടെ അധികാര പരിധിയിൽ അവർ നീതിയാണ് നടപ്പിലാക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാമുൻ ആദിൽ എന്ന് പറയുമ്പോൾ നീതിമാനായ ഒരു ഭരണാധികാരി എന്ന വാക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് കടന്നു വരുന്ന മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമുണ്ട്. അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകൾ, സഹാബ കിറാം, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്ന, പ്രവാചകൻ മുഖേന അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരുന്ന ഓരോ രാജ്യത്തിൻ്റെയും അധികാര ചുമതലകളുണ്ട്. അവിടെയൊക്കെ അവർ എങ്ങനെ നീതിപൂർവകമായി പെരുമാറി എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിന് മാതൃകയാകാവുന്ന വിധത്തിലുള്ള നീതിമാന്മാരായ ഭരണാധികാരികൾ അവരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധികാരത്തിൻ്റെ പരിധി ഏതായാലും നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തറഅഹു ഹഫിള അം ലയ്യ. നാം അധികാര ചുമതല നൽകിയിട്ടുള്ള എല്ലാ വ്യക്തിയോടും നാം ചോദിക്കുക തന്നെ ചെയ്യും, ഹഫിള അം ലയ്യ, അവൻ തനിക്ക് ഉള്ള ഉത്തരവാദിത്വം പരിപൂർണമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ, അതെല്ലാം അവൻ പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയൊക്കെയാണോ നോക്കുന്നത്, ആരുടെ ചുമതലകളൊക്കെയാണോ ഏറ്റെടുത്തിട്ടുള്ളത്, അവരുടെ കാര്യത്തിലും നീതി പാലിക്കണം എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, കുടുംബമാകുമ്പോൾ മക്കളുടെ, കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ നീതി പുലർത്തേണ്ടതുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രവാചകനെ സന്ദർശിച്ച ആ സംഭവം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. എന്നെയും കൊണ്ട് എൻ്റെ പിതാവ് പ്രവാചകൻ്റെ അരികിലേക്ക് പോയി. സംസാരമധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി നഹൽതു ബിനി ഹാദാ ഗുലാമ, എൻ്റെ ഈ മോന് ഞാൻ ചെറുപ്പക്കാരനായൊരു ഭൃത്യനെ നൽകിയിട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ തന്നെ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, അകുല്ല വലദിക നഹൽതഹു മിസ്ല ഹാദാ, നിൻ്റെ എല്ലാ മക്കൾക്കും ഇതുപോലെയുള്ള പാരിതോഷികം, സമ്മാനം നീ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഫഖാല ല, ഇല്ല നബി, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി ഇർജിഉഹു, എന്നാൽ നീ അവനിൽ നിന്ന് കൊടുത്ത സമ്മാനം നീ മടക്കി വാങ്ങണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഇതുപോലെയുള്ള ദാനങ്ങളിലും പാരിതോഷികങ്ങളിലുമൊക്കെ നിങ്ങൾ നീതി പാലിക്കണം, എല്ലാവർക്കും അത് കൊടുക്കണമെന്നും. മാത്രവുമല്ല അവിടുന്ന് പറഞ്ഞു, ഇഅ്ദിലു ബൈന അബ്നാഇക്കും വ ഔലാദിക്കും ഫിന്നഹൽ കമാ തുഹിബ്ബൂന അൻ യഅ്ദിലു ബൈനക്കും ഫിൽ ബിർ, നിങ്ങളുടെ എല്ലാ മക്കളും
നിങ്ങളോട് നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇതുപോലെയുള്ള ദാനങ്ങളിലും അതേപോലെ തന്നെ ധർമ്മങ്ങളിലുമൊക്കെ ആണും പെണ്ണും എന്നും വ്യത്യാസമില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ നീതിപൂർവകമായി അത് കൊടുക്കണം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ഫറദ്ദത്തിൽ സ്വദഖ എന്നാണ്, തൻ്റെ മകന് കൊടുത്ത സ്വദഖ അത് ദുർബലപ്പെടുത്തി അത് തിരിച്ചു വാങ്ങി എന്നൊക്കെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് അധികാരപരിധിയുണ്ടോ അവിടെയൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നീതി നമ്മൾ നടപ്പിലാക്കണം. അങ്ങനെ നീതി നടപ്പിലാക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ഒരു നേരത്ത് ഒരു തണുപ്പിന് വേണ്ടി തണലിന് വേണ്ടി നമ്മൾ കൊതിക്കുന്ന ആ അന്ത്യദിനത്തിൽ നമ്മെ അവൻ്റെ ശീതള ചായ നൽകി നമ്മളെ ആദരിച്ചനുഗ്രഹിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ രണ്ടാമതായി ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മതബോധത്തോടെ ധർമ്മനിഷ്ഠയോടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു യുവാവിനെ കുറിച്ചാണ് രണ്ടാമതായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ശൈശവം, ബാല്യം, കൗമാരം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടം മറ്റുള്ളവരുടെ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്നൊരു കാര്യമാണ്. എന്നാൽ യുവാവാകുന്നതോടുകൂടി ഒരു വ്യക്തി സ്വയം പര്യാപ്തതയിലേക്ക്, ആ ഘട്ടത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, എനിക്ക് എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവനോടുള്ള ബാധ്യത കൃത്യമായി നിർവഹിച്ച് ഇബാദത്തുകളിൽ ഒരിക്കലും യാതൊരു ന്യൂനതയുമില്ലാതെ കുറവുമില്ലാതെ അതിൽ ശ്രദ്ധാപൂർവം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദവി നൽകിയിട്ടുള്ളത്. യുവാക്കൾക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു സന്തോഷ വാർത്ത കൂടി ആയിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമതായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വറജുലുൻ, ഒരു വ്യക്തി ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവൻ പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നവനാണെന്നാണ്. പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിക്കുക, ഇവിടെ ഈ 7 വിഭാഗം ആളുകളിലും ഇത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, സ്ത്രീകളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ചെറുപ്പക്കാരനെ പോലെ ചെറുപ്പക്കാരികളും അതേപോലെ തന്നെ കുടുംബനാഥനെ പോലെ കുടുംബനാഥകളുമൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുഅല്ലഖും ബിൽ മസാജിദ്, ഒന്നാമതായി പള്ളി നിർമ്മാണത്തിന് വേണ്ടി സഹകരിക്കുന്ന മനോഭാവം, അതൊരു വലിയ ശീലമായിക്കൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ വീടുണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ സ്വന്തം വീടുള്ള ആളുകൾ ഒരു പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു ഭവനം കൂടി പണിയണമെന്ന ആഗ്രഹം ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തും. കൂട്ടായ പരിശ്രമം നടത്തുന്നവരുണ്ടാകും, ഒറ്റയ്ക്ക് തന്നെ അത് നിർവഹിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബന മസ്ജിദൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളൊരു ഭവനം ഒരു നാട്ടിൽ ഒരുക്കുകയാണെങ്കിൽ, അള്ളാഹു അവന് സ്വർഗലോകത്ത് ഒരു ഭവനം ഒരുക്കി കൊടുക്കുമെന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സഹോദരികൾ ഒറ്റക്ക് പള്ളി നിർമ്മിച്ച, അങ്ങനെ ഒരു നാടിന് സമർപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരന്മാരെ പോലെ തന്നെ സഹോദരികളിലും അതിൽ ഇത്തരം നല്ല ശീലങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒറ്റയ്ക്കൊരു പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ പള്ളി നിർമ്മിക്കുക, ഇതൊക്കെ പള്ളിയുമായി ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ഹൃദയബന്ധത്തിൻ്റെ അടയാളമായി
പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കേരളക്കരയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളികൾ അഖിലവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒറ്റക്ക് ഉണ്ടാക്കുന്നവരുണ്ടാകും, അതല്ലാതെ കൂട്ടായ പരിശ്രമങ്ങളാലാണ് അധികം പള്ളികളും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ഈ ജുമുഅ കൂടുന്ന ഈ പള്ളി, അതേപോലെ തന്നെ ഈ സാംസ്കാരിക കേന്ദ്രം, എത്രയോ ആളുകളുടെ സംഭാവനകൾ ഇതിൽ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മൾ ഓരോ മാസത്തിലും ഈ പള്ളിയിൽ നിന്നെന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും പള്ളി നിർമ്മാണ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഖ്യ സ്വരൂപിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിയുന്ന ആളുകൾ 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ, പലതുള്ളി പെരുവെള്ളം, ഇങ്ങനെ നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും ഓരോ മാസവും കളക്ട് ചെയ്യുന്ന ഈ സംഖ്യ കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പള്ളി നിർമ്മിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പള്ളി നിർമ്മാണത്തിൻ്റെ പള്ളിയുടെ വിപുലീകരണം നടത്താൻ നമുക്കതിന് കഴിയുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അവരുടെ മനസ്സ് പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിക്കപ്പെട്ടതിനാൽ തീർച്ചയായും അവർക്ക് ഈ പുണ്യകർമ്മത്തിൽ ഒരുമിച്ച് പങ്കാളികളാകാൻ കഴിയും. അങ്ങനെയാണ് പള്ളിയുമായുള്ള ഒരു ഹൃദയബന്ധം. മറ്റൊന്ന്, പള്ളിയിലുള്ള ഇബാദത്തുമായി നമ്മൾ നിരന്തരം മുഴുകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഈ പറഞ്ഞ ദിവസം അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി, നമ്മളെ വിചാരണയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിൽ ഓരോ വിശ്വാസികൾക്കും ഏറ്റവും അനുഗുണമായി തീരുന്ന കാര്യങ്ങളെ വിശദീകരിച്ചെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പുകഴ്ത്തുകയും അവൻ്റെ നാമങ്ങൾ സ്മരിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, ദൈവസ്മരണയിൽ നിന്ന് ഒരിക്കലും അവരുടെ കച്ചവടമോ അവരുടെ ബിസിനസ്സോ അവരുടെ മനസ്സുകളെ തെറ്റിച്ച് കളയുന്നില്ല. വ ഇഖാമിസ് സ്വലാത്ത്, കൃത്യമായ നമസ്കാരത്തിന് എന്തൊക്കെ ഭൗതികമായ ചുറ്റുപാടുകളുണ്ടെങ്കിലും അവർ വന്നെത്തുന്നു. വ ഈതാഇസ് സകാത്ത്, അവരുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായി അവർ സകാത്ത് കൊടുക്കുന്നു. ഇതൊക്കെ സത്യവിശ്വാസികളുടെ നല്ല ഗുണങ്ങളായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സംഘടിതമായ നമസ്കാരത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ശ്രേഷ്ഠമായ സ്വഭാവമായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും രോഗങ്ങൾ കടന്നു വരാം. നമ്മളെപ്പോഴും പള്ളിക്ക് ചുറ്റും കഴിഞ്ഞുകൂടുന്നവരായിക്കൊള്ളണമെന്നില്ല, യാത്രക്കാരായി വരാം. നമ്മൾ രോഗികളായാൽ, നമ്മൾ യാത്രക്കാരായാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, എൻ്റെ ഒരടിമ അവൻ രോഗിയായി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ യാത്രക്കാരനാണ് എങ്കിൽ, കുത്തിബ ലഹു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, അവൻ ആരോഗ്യവാനായ സന്ദർഭത്തിൽ എന്തായിരുന്നോ ചെയ്തിരുന്നത് അതിൻ്റെ കൂലി ആ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതേപോലെ തന്നെ അവൻ നാട്ടിലുള്ളപ്പോൾ എന്തായിരുന്നു അവൻ്റെ ആരാധനകളിലുള്ള നിഷ്ഠ, ഏത് രൂപത്തിലായിരുന്നു, അവൻ യാത്രക്കാരനാണെങ്കിലും അല്ലാഹു അതേ പ്രതിഫലം അവന് നൽകുമെന്നാണ്. യാത്രക്കാരായ നമ്മൾ ജമ്മാക്കി നമസ്കരിക്കും, ഖസ്റാക്കി നമസ്കരിക്കും. 5 വക്തിനും നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. 4 വക്ത് നമസ്കരിക്കേണ്ടത് 2 വക്തിനായി ഖസ്റാക്കിയും ഒരുമിച്ചുമൊക്കെ നമ്മൾ നമസ്കരിക്കും. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ശീലമുണ്ടെങ്കിൽ, നിങ്ങൾ യാത്രക്കാരനായി ജമ്മും ഖസ്റുമാക്കി ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരോഗ്യവാനായിരിക്കെ നിങ്ങൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ രോഗശയ്യയിൽ തളർന്ന് രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ, പഠിച്ചോനെ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ഇവിടുന്ന്
ഈ കിടക്കയിലും ഈ വിരിപ്പിലും ഒറ്റയ്ക്ക് കിടന്ന് നമസ്കരിക്കേണ്ടി വരുമെന്നല്ലോ എന്ന ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. ആരോഗ്യവാനായാൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ രോഗശൈലിയിൽ കിടക്കുമ്പോൾ ജമാഅത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പള്ളിയുമായുള്ള ഈ ഹൃദയബന്ധം ഈ രീതിയിൽ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം പുണ്യകർമ്മങ്ങളാണ് നാളെ തണലായി തണുപ്പായി ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ആ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ നമുക്ക് അനുഭവപ്പെടുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നാലാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത് റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, രണ്ട് വ്യക്തികൾ അള്ളാഹുവിൻ്റെ പേരിൽ നിഷ്കളങ്കമായി അവർ പരസ്പരം സ്നേഹിക്കുന്നു. ഇജ്തമാ അലൈഹി, അങ്ങനെ തന്നെ അവർ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം വെറുക്കാതെ പിണങ്ങാതെ ആദർശ ബന്ധുക്കളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സ്നേഹം വെച്ചു പുലർത്തുന്നു. വതഫറഖാ അലൈഹി, ആ സ്നേഹത്തോടു കൂടി തന്നെ അവർ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള ആദർശ ബന്ധം. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അഹബ്ബ ഫില്ലാഹ്, വല്ലവനും അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്നേഹം പോലും നിഷ്കളങ്കമാകണം എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൻ അഹബ്ബ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം നിങ്ങളുടെ ഇണക്കവും നിങ്ങളുടെ സ്നേഹവും ഒക്കെ. അതുപോലെ തന്നെ അബ്ഗളലില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ അനിഷ്ടവും അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പിണക്കങ്ങളും അള്ളാഹു പറഞ്ഞ കാര്യത്തിൻ്റെ പേരിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വഅഅ്താലില്ല, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വല്ലതും കൊടുക്കുന്നതെങ്കിൽ വമനാലില്ല, അള്ളാഹുവിൻ്റെ പേരിലാണ് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് എങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അത്തരക്കാരനാണ് അവൻ്റെ ഈമാൻ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു സ്നേഹബന്ധമാണ് ഈ ആദർശത്തിൻ്റെ പേരിൽ നമ്മൾ പടുത്തുയർത്തേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഐനൽ മുത്തഹാബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്നവൻ ചോദിക്കും. അൽ യൗമ ഉലില്ലുഹും ഫീ ലില്ലി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലി, എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഈ വിചാരണ ദിവസത്തിൽ എൻ്റെ തണൽ നൽകി ഞാൻ അവനെ ആദരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം വിശ്വാസികളായ നമ്മൾ പരസ്പരം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതാണ് അൽ ഉഖുവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സാഹോദര്യം, അതിൻ്റെ മഹത്വം. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ അവർ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ് എന്ന്. ഒരു സഹോദരൻ്റെ, ഒരു സുഹൃത്തിൻ്റെ അസാന്നിധ്യത്തിൽ നാം അവന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ദഅവത്തുൽ മുസ്ലിം ലി അഖീഹി ബിൽഹിരിൽ ഗൈബ് മുസ്തജാബ, നമ്മൾ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അവരുടെ അസാന്നിധ്യത്തിലായിരിക്കും, അവർ അറിയുക കൂടി ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ അബോധാവസ്ഥയിലാണെങ്കിൽ, അയാൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ വിവരമറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. റസൂലുള്ളാഹി പറയുന്നു, അത്തരം ദുആ, ആത്മാർത്ഥമായ ദുആ അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. മാത്രവുമല്ല, ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ അരികിലും ഒരു മലക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്കും അതുപോലെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഇതുപോലെ നിനക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് അല്ലാഹു തണൽ നൽകി ആദരിക്കുമെന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ കണ്ടു.
മകനെ കണ്ടപ്പോൾ കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ മകനോട് പറയുന്നുണ്ട്, ഞാൻ നിശാന്ത്യ വേളകളിൽ നമസ്കാരത്തിന് ശേഷം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 6 പേരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് മോനെ, അതിൽ നിന്റെ ഉപ്പയുമുണ്ട് എന്ന് പറഞ്ഞാൽ ആര്? ഇമാം ഷാഫി റഹിമഹുല്ലയും ഉണ്ട് എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തൻ്റെ ഷാഫിയുടെ മകനോട് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത്. അഞ്ചാമതായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു വ്യക്തി, അദ്ദേഹത്തെ ഒരു സ്ത്രീ, സുന്ദരിയായ കുലീനയായ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ് അസാൻമാർഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. ആരും അറിയില്ല, ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാനില്ല, അതുകൊണ്ട് നീ ഒരുങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിനെ, ചെറുപ്പക്കാരനെ ക്ഷണിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ അയാൾ പറയുന്നത് എന്താണോ? ഇന്നി അഖാഫുല്ലാഹ്. ആരും കാണാനില്ലെങ്കിലും എല്ലാം കാണുന്ന ഒരു റബ്ബ്, ആ റബ്ബിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഒരിക്കലും ഈ തെറ്റിൽ ഞാൻ അകപ്പെടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം അധാർമികമായ, അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ പ്രതിഫലം, മഹത്തരമായ പ്രതിഫലം, പാപമോചനമുണ്ട്. അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ ഈ പേടിയുള്ള വ്യക്തികൾക്ക് അള്ളാഹു നാളെ തണൽ നൽകി ആദരിക്കുമെന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇത്തരം ശീലങ്ങളും ഗുണങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്ത് വെക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും അവനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമതായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെക്കുറിച്ചാണ്. വറജുലുൻ തസദ്ദഖ ബിസദഖ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ സ്വകാര്യമായി, രഹസ്യമായി ധർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹു നാളെ തണൽ നൽകി ആദരിക്കുമെന്നാണ് ഖുർആൻ. പരസ്യമായി ധർമ്മം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാ ഹി വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ധർമ്മങ്ങൾ പരസ്യമാക്കുന്നുവെങ്കിൽ നല്ലത് തന്നെയാണ്, കാരണം മറ്റുള്ളവർക്ക് പ്രചോദനമാകും, അത് പ്രേരകമാകും. എന്നാൽ നിങ്ങളത് സ്വകാര്യമാക്കുകയാണെങ്കിലോ അതും ഏറ്റേറെ ഗുണകരവും ഉത്തമവുമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയുള്ള ധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന ചില സ്വതക്കകൾ, ചില സഹായങ്ങൾ, ചില ധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഭാര്യ പോലും അറിയാതെ, മക്കളറിയാതെ, ഇത് എൻ്റെ റബ്ബും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി നൽകുന്ന സഹായങ്ങളും ധർമ്മങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ഒരു പാഠം കൂടിയാണ് പ്രവാചകന്റെ ഈ വചനം നമുക്ക് നൽകുന്നത്. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഭൗതികമായ ഒരു പ്രതിഫലമോ ഒരു നന്ദിവാക്ക് പോലുമോ ഞാൻ കൊതിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും അവർക്ക് സഹായം നൽകുന്നതും എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, കുല്ലും ബിഇൻ ഫീ ളില്ലി സദഖതിഹി. എല്ലാ മനുഷ്യനും അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും. ഹത്താ യഫ്സില ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ അവൻ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ. സ്വതക്ക എന്നുള്ളത് എപ്പോഴും നമുക്കൊരു രക്ഷയാണ്, നമ്മുടെ രക്ഷാകവചമായി ദുനിയാവിലും മാറും
നാളെ പരലോകത്തും മാറുമെന്നാണ് റസൂലുള്ള ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് പറയുകയുണ്ടായി, മൻ അൻളറ മുഅ്സിറൻ, കടം കൊണ്ട് ഞെരുങ്ങുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആരെങ്കിലും അവൻ്റെ കടത്തിൻ്റെ അവധി നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ, ഔ വലാൻഹു, അല്ലെങ്കിൽ ഇനി അവൻ്റെ പ്രയാസം കണ്ടിട്ട് നീ ആ കടം എനിക്ക് തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അത് ഇല്ലാതെ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അല്ലാഹു നാളെ അവൻ്റെ തണൽ നൽകി പരലോകത്ത് അവനെ ആദരിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ തിടുക്കക്കാരായ, കടം കൊണ്ട് ഞെരുങ്ങുന്ന, സാമ്പത്തിക ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾ അവരുണ്ടെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. എന്തിനു വേണ്ടി? പരലോകത്തെ തണലിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി. ഏഴാമതായി വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാലത് ഐനാഹു, ഏകാന്തനായി അള്ളാഹുവിനെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന വ്യക്തി എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടാകണം സഹോദരങ്ങളെ. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത്, അവനെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഏകാന്തനായിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്, നമ്മുടെ പരലോകത്ത് നമുക്ക് കിട്ടേണ്ട തണലിന് വേണ്ടിയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, നീ പരലോകത്ത് പ്രത്യേകം തണൽ നൽകി ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഈ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ പൊറുക്കണമേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ജീവിതത്തിൽ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസത്തിൽ നിന്നൊരു കരകയറ്റം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.